ഹലോ ചങ്ങായിമാരെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇതായിരുന്നു നമ്മുടെ ഓണാഘോഷം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റാക്കിയ പൂക്കളമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഈ ഒരു ഭംഗിയുള്ള പൂക്കളത്തിന് പിന്നിൽ വലിയൊരു തയ്യാറെടുപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തലേദിവസം രാത്രി തന്നെ ടേബിളിൽ പൂക്കളത്തിലുള്ള ഡിസൈൻ പ്ലാൻ ചെയ്ത് വെച്ച് വരച്ചു തുടങ്ങി നമ്മൾ. പിന്നെ നമ്മുടെ കുട്ടികളുള്ള കാരണം നമുക്ക് താഴ്ത്തിടാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അപ്പോൾ നമുക്ക് പുറത്തു വിടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടേബിളിലിടാന്ന് വെച്ചത്. അങ്ങനെ നമ്മൾ പൂക്കളത്തിൻ്റെ ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ചിലപ്പോൾ ഞാനൊരു പെൻസിലും കൊണ്ടാണ് വരച്ചത്. പിന്നെ ആരും ടേബിളിൻ്റെ ഭംഗിയൊന്നും നോക്കരുതേ. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, നമുക്ക് രാവിലെ പെട്ടെന്ന് പൂക്കളിടാൻ വേണ്ടിയിട്ട് മുത്തും പിള്ളേരും കൂടിയൊക്കെ ആയിട്ട് പൂക്കളൊക്കെ വെട്ടി ചെറുതാക്കാൻ വേണ്ടി തുടങ്ങിയേ. അങ്ങനെ ഈനൂസും ജിസൂട്ടനും കൂടിയൊക്കെ അതിൻ്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്ന കാരണം ഞാൻ ആ വീഡിയോ പിടിക്കുന്ന സമയത്ത് മാത്രം ഒന്ന് മാറി നിന്ന് ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള ഒരു കൂട്ടായ്മയല്ലേ. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ സദ്യയൊക്കെ കഴിച്ച്, അതൊക്കെയാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ഉറങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ കാത്തിരുന്ന ആ തിരുവോണത്തിൻ്റെ രാവിലെ എത്തിയേ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് റെഡിയായി നമ്മുടെ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ രാത്രി നമ്മൾ റെഡിയാക്കി വെച്ച പൂക്കളൊക്കെ എടുത്ത് ഞാനും മുത്തും പിന്നെ പിള്ളേരും അപ്പച്ചനും കൂടെ പൂക്കളം ഇടാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ ഈനൂസിൻ്റെ എൻജിസൂട്ടിൻ്റെയും ആ കുഞ്ഞി കൈ കൊണ്ടിട്ട് ആ പൂക്കളൊക്കെ ഇടണം കാണാൻ വേണ്ടി തന്നെ ഭയങ്കര രസമായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പൂക്കളിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി കൂടെ നമ്മുടെ അതിലത് ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു ഇങ്ങനെ ഒന്ന് പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. അവസാനം നമ്മുടെ ഈനൂസിൻ്റെ കൈ കൊണ്ട് തന്നെ നമുക്ക് ആ പൂ വെച്ചിട്ട് മനോഹരമായിട്ടുള്ള ആ പൂക്കളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ പൂക്കളം നമ്മൾ ഇട്ടത്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത്? അങ്ങനെ നമ്മുടെ പൂക്കളമൊക്കെ ഇട്ട് നമ്മളുടെ ഓണക്കൂടിയൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് പുറത്ത് പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയത് നമ്മുടെ ദോഹയിലുള്ള മിയ പാർക്കിലേക്കാണ്. പുറത്ത് അങ്ങോട്ട് ചൂടായി വരുന്നുണ്ടായിരുന്നുള്ളൂ, അത് കാരണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ഓടി കളിക്കണായിരുന്നേ. ഈ ന്യൂസും ജിസൂട്ടിനാണെങ്കിൽ ആ പച്ചപ്പും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കൂടി കൈക്ക് പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടോ വരുന്നു. ആ പച്ചപ്പും ഭംഗിയൊക്കെ കണ്ടടക്കാൻ വേണ്ടി നല്ല രസമായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നല്ലോണം ടയേർഡായി. നമ്മളൊരു 3-4 ഫോട്ടോസൊക്കെ എടുത്ത്. ജിസൂട്ടനാണെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ മുണ്ട കൊടുത്ത് നടക്കുന്നത്. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈനൂസ് അതുപോലെ തന്നെ, ഈനൂസും ഭയങ്കര നടത്തുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചൂടായേ. അതുകൊണ്ട് കൂടുതൽ നമ്മൾ അവിടെ നിൽക്കാണ്ട് നേരെ തിരിച്ച് കാറിൽ കയറി. അപ്പോൾ ആ വരുന്ന വഴിക്കൊന്ന് ആ ചൂടൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് തണുത്തതും അതല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളവിടെ ചായയൊന്നും കുടിച്ചില്ല, നമ്മൾ ജ്യൂസാണ് കുടിച്ചത്. അങ്ങനെ ജ്യൂസും പിന്നെ സ്നാക്സൊക്കെ ഇട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മളൊരു റീൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സെറ്റായിരുന്നേ. അങ്ങനെ നമ്മൾ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ സദ്യയുടെ ഓരോ ഐറ്റംസായിട്ട് നമ്മൾ ഇലയിൽ വെച്ച് തുടങ്ങിയേ. അങ്ങനെ സദ്യ റെഡിയായപ്പോൾ തന്നെ ഈനൂസും ജിസൂട്ടനും രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള ഈ ചെറിയ സന്തോഷങ്ങളാണ് നമ്മുടെ ഏതൊരു ആഘോഷത്തിൻ്റെ യഥാർത്ഥ ഭംഗി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അപ്പോൾ ഞങ്ങളുടെ ഈ ഓണവിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ, ടേക്ക് കെയർ.